ബ്രിഗേഷിന് എന്തോ ഒരു കുറവില്ലേ? എന്റെ ആങ്ങളെയായോണ്ട് പറയല്ല, ഇത് കോളനിയിലെ കുട്ടികൾ പറയുന്നത് എന്താ അറിയാ? പാവങ്ങളുടെ ഫഹദ് എന്നാണ്. മറ്റേ മൂക്ക് കണ്ടിക്കങ്ങ ദുൽഖറിനുണ്ട് അങ്ങനത്തെ മൂക്ക്. പറ മോനെ ബ്രിഗേഷേ, എന്താ നിന്റെ പ്രശ്നം? എന്റെ ഒരു ഗതികേട് എന്താ നിങ്ങൾ കാണാൻ പോകുന്നത്? ഉണ്ണി എന്താണ് ഉദ്ദേശിച്ചത്? എന്റെ കൂടെ പഠിച്ച കൊല്ലന്റെ അടുത്ത് ശ്രീജയുടെ മോളെ വരെ പെണ്ണ് കാണാൻ പോകേണ്ടി വന്നു. ഈ മാസം കണ്ട 7 എണ്ണം പൊളിഞ്ഞു. ഏത് 400 എനക്കുള്ള പെണ്ണുള്ള? ഇതെന്നെ ഇവിടുത്തെ പ്രശ്നോ? ഈ നിലത്തുറക്കാത്ത കുപ്പിയുണ്ടല്ലോ നിങ്ങള്, ബ്രാൻഡി, വിസ്കി, ഇമ്മാതിരി കൂടുതൽ സെറ്റപ്പിൽ ഒഴിവാക്കിയിട്ട് നല്ല സ്കോച്ച് വിസ്കി, ഡബിൾ സ്കോച്ച്. അപ്പൊ അറുപത്ത് കാരി ചെല്ലുമ്പോ തന്നെ ഒരു കൂതറ സെറ്റപ്പ് അല്ലടാ. നമ്മളെ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു രീതിയുണ്ട്. പിന്നെ എങ്ങനെയാണോ പിള്ളേർക്ക് പെണ്ണ് കിട്ടുക? അതെന്തെന്നറിയാമോ? ജ്യോത്സ്യന്മാര് പറയണത് എന്തൊരു എന്റെ ചൊവ്വയില് ശുദ്ധം കയറിപ്പോയെന്ന്. ഓടും. ഇതിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചാൽ ഇനി പണിക്ക് പോകും. നോക്കടാ, ഇത് ശരിയാ, ഇങ്ങനെ കൂടെ സെറ്റിൽ ആയിക്കൂടെ? കല്ലാച്ചിക്കാരാ, കുറച്ച് പത്രാസിലെ കൂട്ടരാ. ഓനല്ലേ ഓലിക്ക് പറ്റിയിക്കില്ലെന്ന് പറഞ്ഞ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹ ബന്ധം വേർപ്പെടുത്താനിരിക്കുന്ന ഒരു നല്ലൊരു കുട്ടി. ഇതൊക്കെ ഡബിൾ ഓക്കെ. ഇനിയിപ്പോ എനക്ക് PSCക്ക് ചേരാനൊന്നും പറ്റൂല സുലു. എന്നാ പിന്നെ മോ വണ്ടി. എടാ കുമാര, ഇനി പെണ്ണെന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ കണ്ട എന്റെ കാലിന്റെ മുട്ട ഞാൻ അടിച്ചൊടിച്ചു കളയും. ഇങ്ങോട്ട് ലേശം കളറാക്കാം. ലേശം കളറാവാൻ പെണ്ണിനൊടുക്കാൻ തഞ്ചാവൂർ പട്ടുണ്ടേ. പെണ്ണാളും കൂട്ടരുമായി വീടേറും നേരത്ത് പുതുപുത്തൻ പന്തലിലായി കമ്പേറും തകിലടിയും. എടോ ബ്രിഗേഷേ, അതും മുടങ്ങിയാ? അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തട വെട്ടിക്കോടാ. എപ്പം നിങ്ങൾ ആരെങ്കിലും അവനോട് നല്ല വാക്ക് പറഞ്ഞിക്കാ? എന്തല്ലേനു അളിയന്റെ വീട്ടിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കല്യാണം ഇപ്പൊ തന്നെ നടന്നു. നോക്കങ്ങോട്ട്. അടിച്ചാട്ടാ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഇവിടെ 10ാം ക്ലാസ് അടിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ.